ഒരു വ്യക്തിയുടെയോ മതത്തിൻ്റെയോ മാത്രമല്ല, ഒരു കാലഘട്ടത്തിൻ്റെ ആകെ സംഭവബഹുലമായ ചരിത്രമാണ് ഈ കൃതി പ്രതിപാദിക്കുന്നത്. ജലീൽ ഇതിൻ്റെ പൂർണ്ണതക്കായി തൻ്റെ ബുദ്ധിയും നിരീക്ഷണപാഠവും വിശകലന വൈദഗ്ധ്യവും അങ്ങേയറ്റം ഉപയോഗിച്ചിട്ടുണ്ട്. ചിന്തിക്കുന്നവർക്ക് ഒരായുസ് മുഴുവൻ അവരവരുടെ ബോധതലത്തെ ജാഗ്രതപ്പെടുത്തി നിർത്താൻ ഉതകുന്ന കൃതിയാണിത്. സോഷ്യലിസ്റ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സമഭാവനയോടെ മനുഷ്യപക്ഷത്ത് നിൽക്കുന്നവൻ എന്നാണ്. ശ്രീരാമനും ശ്രീകൃഷ്ണനും യേശുക്രിസ്തുവും മോസസും മുഹമ്മദ് നബിയുമെല്ലാം മനുഷ്യപക്ഷത്ത് നിലയുറപ്പിച്ചവരാണ്. ഈ സമഭാവനാ സങ്കല്പം കലർന്നു നിൽക്കുന്നതുകൊണ്ടുകൂടിയാവണം കേൾക്കാൻ ഏറ്റവും ഇമ്പമുള്ള വാക്കാണ് സോഷ്യലിസ്റ്റ് എന്നത്. ആധുനിക സോഷ്യലിസ്റ്റുകളിൽ വിശ്വാസികളെയും അവിശ്വാസികളെയും കാണാം. വിശ്വാസം ഏതുമാകട്ടെ, പ്രഥമ പരിഗണന മനുഷ്യന് നൽകുന്നവരാണ് സോഷ്യലിസ്റ്റുകൾ. ആ അർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ എല്ലാ അർത്ഥത്തിലും യോഗ്യനാണ് മുഹമ്മദ് നബി. ശ്രീകൃഷ്ണനിലും ശ്രീ യേശുവിലും ശ്രീ ബുദ്ധനിലും ഒക്കെ ഈ സമഭാവന വീക്ഷണം കാണാം. എന്നാൽ അതിനെ മറ്റു പലതും കൊണ്ട് മറക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നത് മറ്റൊരു കാര്യം. അതിലേക്കിപ്പോൾ കടക്കുന്നില്ല. ഏതായാലും മനുഷ്യ നന്മ കാക്ഷിച്ച് പ്രവർത്തിച്ച മഹാമനീഷികളാണ് ചരിത്രത്തിലെ ആദ്യ സോഷ്യലിസ്റ്റുകൾ. ശ്രീ കെ ടി ജലീലിൻ്റെ പുസ്തകത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ സോഷ്യലിസ്റ്റായ ഹ്യൂമനിസ്റ്റ് കൂടിയായിരുന്നു മുഹമ്മദ് നബി എന്നാണ് മനസ്സിലാക്കാനായത്. മുഹമ്മദിൻ്റെ വാക്കുകളിലും മനസ്സിലും നിറഞ്ഞു നിന്നത് മനുഷ്യനാണ്. മുഹമ്മദ് നബി എപ്പോഴും സാധാരണ മനുഷ്യരുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി അവരുടെ നന്മക്കായി പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്തു. അദ്ദേഹം പ്രചരിപ്പിച്ച ദർശനം ഇസ്ലാം എന്നാണ് അറിയപ്പെട്ടത്. സമാധാനം, സമർപ്പണം എന്നൊക്കെയാണ് ഇസ്ലാം വാക്കിൻ്റെ അർത്ഥം. ധനികരായ അധികാരിവർഗങ്ങളുടെ അമിതാധികാര പ്രയോഗത്തിനെതിരെ മുഹമ്മദ് നബി കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു. അദ്ദേഹത്തിൻ്റെ സമത്വ സങ്കല്പത്തെ ഭരണാധികാര വരേണ്യവർഗം ശക്തിയുക്തം എതിർത്തു. സമ്പത്തിൻ്റെ വികേന്ദ്രീകരണത്തിലൂടെ മാത്രമേ മനുഷ്യർക്ക് സാമ്പത്തിക അടിമത്തത്തിൽ നിന്ന് മോചനമുണ്ടാവൂ എന്ന് മുഹമ്മദ് നബി ഉറച്ചു വിശ്വസിച്ചു. ആവശ്യത്തിലധികം ആരാധനാലയങ്ങൾ പടുത്തുയർത്തുന്നതിനെ എതിർത്ത നബി ആഡംബരത്തോടും അമിതവ്യയത്തോടും ശക്തമായി വിയോജിച്ചു. ലാളിത്യത്തെ ഇസ്ലാമിൻ്റെ മുഖമുദ്രയായി അദ്ദേഹം അവതരിപ്പിച്ചു. അതേസമയം കാൽനടയായി ഹജ്ജിന് പോകുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നയാളോട് ദൈവത്തിന് പ്രത്യേകമായ മമത ഉണ്ടാവില്ല എന്ന് നിസ്സംശയം വ്യക്തമാക്കുകയും ചെയ്തു. വിശ്വാസത്തിൻ്റെ പേരിലുള്ള ആത്മപീഡനത്തെയും മനുഷ്യരുടെ
നൈസർഗിക ആവശ്യങ്ങളെ നിരാകരിക്കുന്ന രീതിയെയും ഒരു ഘട്ടത്തിലും മുഹമ്മദ് നബി അംഗീകരിച്ചില്ല എന്നർത്ഥം. സമ്പത്തിൽ മാത്രം കണ്ണുവെച്ച് ജീവിക്കുന്നവന് നല്ലൊരു മനുഷ്യനാവാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം അനുയായികളെ ഉദ്ബോധിപ്പിച്ചത്. നമ്മളിൽ നിക്ഷിപ്തമായ കർമ്മത്തെ ധാർമ്മികമായി നിറവേറ്റുമ്പോഴാണ് മനുഷ്യജന്മം സഫലമാകുന്നത്. ധർമ്മബോധമില്ലാതെ മൂല്യങ്ങളെ സ്വായത്തമാക്കാനാവില്ല. മനുഷ്യനെ വെളിച്ചത്തിലേക്ക് വഴി നടത്തുന്ന ചൂണ്ടുപലകയാണ് ധർമ്മബോധം.